മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ കേരളത്തിലെത്തിയത് എന്തിനായിരുന്നു? ഇത് സംബന്ധിച്ച് പല വിവരങ്ങളും നേരത്തെ തന്നെ പല സൂചനകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇത് ആ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഭീകര സംഘടന റിക്രൂട്ട്മെന്റിനായി തഹാവൂർ റാണ കൊച്ചിയിൽ ഇന്റർവ്യൂ നടത്തി. താമസിച്ച താജ് ഹോട്ടലിലെ സന്ദർശകരുടെ വിവരങ്ങൾ തേടി NIA. സഹായിച്ച ആൾ വിദേശത്തേക്ക് കടന്നതായി സൂചന. അന്വേഷണ സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും. റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുക്കാനും ആലോചന. ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ട ലഹരി കേസിൽ പോലീസിനെ കുറ്റപ്പെടുത്തി വിചാരണ കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഗുരുതര വീഴ്ചകൾ. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും കോടതി. പുതിയ വഖഫ് നിയമം മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കില്ലെന്ന് കോട്ടപ്പുറം ബിഷപ്പ്. നിയമ ഭേദഗതിയിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടെന്നും വിമർശനം. ഈ അമെന്റ്മെന്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. ജബൽപൂരിലെ അക്രമം ക്രൈസ്തവരെ ആശങ്കയിലാക്കുന്നു. അടുത്ത തവണ സഭ രാഷ്ട്രീയ നിലപാടെടുക്കുമെന്നും ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ ന്യൂസ് 18 Q18-ൽ. ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ വ്യാപക അക്രമം. മുർഷിദാബാദിൽ മരണം 3. ട്രെയിൻ ഗതാഗതം തടഞ്ഞും പ്രതിഷേധക്കാർ. സമാധാനം പുനഃസ്ഥാപിക്കാൻ പട്ടാളത്തെ വിന്യസിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. കുരിശിലേറ്റപ്പെടും മുൻപുള്ള യേശുവിന്റെ ജെറുസലേം വരവ് അനുസ്മരിച്ച് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും. കേരളത്തിന്റെ സ്വന്തം വിമാനം ജൂണിൽ പറന്നുയരും. എയർ കേരളയുടെ ആദ്യ സർവീസ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം മറ്റന്നാൾ ആലുവയിൽ. ISL-ൽ കിരീടം സ്വന്തമാക്കി മോഹൻ ബഗാൻ. ബംഗളൂരുവിനെ വീഴ്ത്തിയത് 1-2 ഗോളിന്. മോഹൻ ബഗാന്റെ വിജയ ഗോൾ 96-ാം മിനിറ്റിൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയപ്പോൾ താമസിച്ച താജ് റെസിഡൻസിയിൽ റിക്രൂട്ട്മെന്റിന് മുന്നോടിയായി ഇന്റർവ്യൂ നടന്നതായി കണ്ടെത്തൽ. റാണ താജിൽ താമസിച്ചിരുന്ന 2008 നവംബർ 16, 17 തീയതികളിൽ ഹോട്ടലിൽ എത്തിയവരുടെ വിവരങ്ങൾ NIA ശേഖരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 8 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. തഹാവൂർ റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തെക്കുറിച്ചുള്ള കുറച്ച് സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഭീകര സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായാണ് എന്ന തരത്തിൽ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ അവിടെ നടന്നിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ശ്രീജ, 2008 നവംബർ 16, 17 തീയതികളിലായിരുന്നു ഈ മറൈൻ ഡ്രൈവിലുള്ള താജ് ഹോട്ടലിൽ വെച്ച് ഒരു ഇന്റർവ്യൂ, ഒരു റിക്രൂട്ട്മെന്റ് നടന്നു എന്നൊരു വിവരം NIA വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ അവർ പ്രധാനമായും പറയുന്നത് ഈ ഭീകര സംഘടനയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അവിടെ നടന്നതെന്നാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. റാണയെ എന്തായാലും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ പലപ്പോഴും റാണ ഈ ചോദ്യം ചെയ്യലിനോട് കൃത്യമായി ഉത്തരം തരുന്നില്ല, നിസ്സഹകരണമാണെന്നൊരു കാര്യം കൂടി NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അന്വേഷണത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ സംഘത്തിൽ 8 NIA ഉദ്യോഗസ്ഥരെ കൂടി ചേർത്തിട്ടുണ്ട്. അത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ചേർത്തിരിക്കുന്നത്. എന്തായാലും റാണ താമസിച്ചിരുന്ന കൊച്ചി താജ് റെസിഡൻസ് റിക്രൂട്ട്മെന്റിന് മുന്നോടിയായുള്ള ഇന്റർവ്യൂ അവിടെ
നടന്നിട്ടുണ്ട്. ഒപ്പം റാണയുടെ ഫോർട്ട് കൊച്ചി സന്ദർശനവും സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് റാണയ്ക്ക് ഒരു ഈ പറയുന്നത് പോലെ സഹായങ്ങൾ ലഭിച്ചു, പ്രധാനപ്പെട്ട ചില ആളുകളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വ്യക്തമാകുന്നുണ്ട്. അത് ആരൊക്കെയാണ്, കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് എവിടെയൊക്കെയാണ് സഹായം ലഭിച്ചത്, ആരൊക്കെയാണ് സഹായിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി NIA സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതാണ്. ഈ താജ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അവിടെയുള്ള സ്റ്റാഫുകളെയും അല്ലെങ്കിൽ അന്ന് അവിടെ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ NIA സംഘം കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയുന്നത്. നവംബർ 2008 നവംബർ 16, 17 തീയതികളിലാണ് പ്രധാനമായും അവിടെ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത്. അത് ഈ ഒരു ഭീകര സംഘടനയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിനുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവിടെ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ CCTV, അവിടെ എത്തിയ സന്ദർശകർ ആരൊക്കെയാണ്, ഈ പറയുന്ന ഇന്റർവ്യൂവിന് ആരൊക്കെയാണ് പങ്കെടുത്തത്, ഇതിൽ ഈ താജ് ഹോട്ടലിലെ ആളുകൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ NIA സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ തെളിവെടുപ്പുകൾക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും വേണ്ടി റാണയെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഭാഗമായി അത് വലിയ സുരക്ഷ കൂടി വേണ്ട ഒരു കാര്യമായതിനാൽ വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ടായിരിക്കും റാണയെ കൊച്ചിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളടക്കം NIA പദ്ധതി ഇടുന്നത്. എന്തായാലും വിശദമായൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റാണ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, പല ചോദ്യങ്ങളോടുമൊക്കെ ഉത്തരം നൽകുന്നില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് കൂടി NIA സംഘം വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെത്തി എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതാ അതിന് മുന്നോടിയായി താജ് റെസിഡൻസിയിൽ വെച്ചൊരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിരുന്നു. അന്ന് കൊച്ചിയിൽ താജ് റെസിഡൻസിയിൽ എത്തിയ ആളുകളുടെ സന്ദർശകരുടെ വിവരങ്ങൾ ഇപ്പോൾ NIA ശേഖരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ തഹാവൂർ റാണെ എങ്ങനെയെങ്കിൽ കൊച്ചിയിൽ എത്തിച്ച് തന്നെ തെളിവെടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. മുനമ്പം പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാവില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. പുതിയ വഖഫ് നിയമത്തിൽ നെഗറ്റീവായ കാര്യങ്ങളും ഉണ്ടെന്ന് മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായ കാര്യമല്ല. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് വിശദമായി പഠിച്ചാൽ മാത്രമേ പറയാനാവൂ എന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്റർ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്റർ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അമെൻമെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെന്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, പ്രത്യേകിച്ച് 5 വർഷം മുസ്ലിമായ ആളുകൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ വഖഫ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിട്ടുണ്ടാകും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് മക്കൾ ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, അതിൻ്റെ ഓർഡർ വിട്ടുപോയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓർഡർ വരാൻ വേണ്ടിയാണ് ഈ അമെൻഡ്മെൻറ്റ് വന്നതെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. മറ്റു ദുരുദ്ദേശങ്ങളുണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ നമുക്കതിനു വേണ്ടി 6 മാസം ആഗസ്റ്റിൽ ചെയ്യേണ്ടിരുന്നത് 6 മാസം നീട്ടി കിട്ടിയപ്പോൾ എല്ലാ പാർട്ടികൾക്കും പഠിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. ഈ ബില്ലിൽ ദുരുദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, അത് പഠിക്കണം, അതാണോ നിലപാട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഏതെങ്കിലും ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക്
ഇപ്പോൾ ഇത്രയും ഈ ഭേദഗതിയിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറ്റിയേക്കുന്നത് 2A ക്ലോസാണ്. അതുമാണ് വ്യക്തമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ല് പാസ്സാകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കാര്യങ്ങളല്ല, ജബൽപൂരിൽ അടക്കം നടക്കുന്ന ആക്രമണങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതെന്ന് ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ. ചരിത്രം മറന്നു പോകരുത്. മതഭ്രാന്തന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതുവരെ ശുശ്രൂഷിച്ചിരുന്നവരെ പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ശത്രുക്കളെ പോലെ കാണുന്നത്? ഇതുപോലെയുള്ള വിഷയങ്ങൾ ഈ കേരളത്തിൽ നടക്കില്ലെന്നും കോട്ടപ്പുറം ബിഷപ്പ് Q18 പറഞ്ഞു. സ്വത്ത് അവകാശങ്ങളിൽ, സ്വത്ത് തർക്കങ്ങളിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാണ് BJP പറയുന്നത്. ആ സമരവും അതിനൊപ്പം പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ സഭാ തർക്കങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതും ഈ സ്വത്ത് തർക്കങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിനകത്ത് പക്ഷേ BJP ഒരിക്കലും എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതിലൊരു ഡബിൾ നിലപാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ കേരളത്തിലെ കാര്യങ്ങളല്ല, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ ആക്രമണങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചരിത്രം മറന്നു പോകുന്ന ആളുകൾ അത് ചിലപ്പോൾ നമ്മൾ ഫനാറ്റിക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും നാളിപ്പോൾ ഈ ശുശ്രൂഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ശത്രുക്കളായി തീരാൻ കാരണം എന്താണ്? എന്തുകൊണ്ട് അവിടെ നശിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെടുന്നു? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കാത്തത്. ജബൽപൂരിലടക്കം നടക്കുന്ന ഈ ആക്രമണങ്ങളൊക്കെ അത് കേരളത്തിലും ക്രൈസ്തവ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്, അവിടെ പള്ളികൾ ആക്രമണം നടത്തുന്നവർ ഇവിടെ സമരത്തിന് പിന്തുണ നടക്കുന്നത് പ്രഹസനമാണെന്നാണ് BJPക്കെതിരെയുള്ള ആരോപണം. അതുകൂടി പരിശോധിക്കേണ്ട കാര്യമാണെന്നാണോ നേരത്തെ ചരിത്ര പഠനം വേണം എന്നതായിട്ട് ബിഷപ്പ് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ അതൊക്കെ എല്ലാം വരും. കാരണം ഞാൻ പറഞ്ഞത് കേരളം വേറെ, ഈ നോർത്ത് ഇന്ത്യയുടെ നടക്കുന്ന വേറെ. അത് നമുക്കറിയാം. കാരണം കേരളത്തിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് അറിയാം. സംസ്ഥാന സർക്കാരും CPM-ഉം മുനമ്പം വിഷയം നീട്ടി വഷളാക്കി എന്ന ആരോപണം തള്ളി കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ. സംസ്ഥാന സർക്കാരിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലും വിശ്വാസമുണ്ട്. സർക്കാരിന് പരിഹരിക്കാനാവുന്ന വിഷയം തന്നെയാണിത്. അതിനുവേണ്ട നിയമ നടപടികൾ ഉറപ്പാക്കണം. സമരസമിതിയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വഖഫ് വകുപ്പ് മന്ത്രി ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആംബ്രോസ് Q18 പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടിനെ, CPM-ന്റെ നിലപാടിനെ, ലത്തീൻ സമുദായമൊക്കെ ആ തരത്തിൽ പിന്തുണയൊക്കെ കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM. ഈ വിഷയത്തിനകത്ത് ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോയി വഷളാക്കി എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ട്. അങ്ങനെ തന്നെയാണോ കരുതുന്നത്? ഈ മന്ത്രി രാജീവ് പലപ്പോഴും ഞങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ചില നിയമങ്ങൾ റെട്രോസ്പെക്റ്റീവ് അല്ല എന്നും കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറൽ ഇനി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള കൂടെ നിൽക്കണം. ഒന്ന്. രണ്ടാമതായിട്ട് ഈ വഖഫ് ബോർഡിലെ മന്ത്രി അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ആ വാക്കുകൾ അത് മാറ്റണം, പിൻവലിക്കണം. ഇത് രണ്ടും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇത് നീട്ടിവലിച്ചു കൊണ്ട് പോകും തോറും അനാവശ്യമായിട്ടുള്ള. സംസ്ഥാന സർക്കാരിനെ ഇപ്പോഴും രൂപത വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയം? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ രൂപതയിൽ എല്ലാവരും പല അഭിപ്രായങ്ങളായിരിക്കാം. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ വിശ്വസിക്കുക എന്നുള്ളത് അവർ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പിന്നെ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഒരു വർഷവും 3 മാസമായിട്ടുള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പല സമരങ്ങളുണ്ടാവും. ഈ സമരങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത്? പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുനമ്പത്തെ സമരം വളരെ മാതൃകാപരമായ രീതിയിലാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് നിർത്താൻ പറഞ്ഞാലും എന്തിനാ നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിർത്തുന്നത്? അതിനുള്ള പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് നിർത്തുന്നത്? പരിഹാരം കാണുന്നത് വരെ. അതുകൊണ്ടാണ് ശാശ്വതമായി പരിഹാരം കാണുക എന്ന് പറഞ്ഞത്. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിലുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിന്റെ Q18 പൂർണ്ണരൂപം ഈ ബുള്ളറ്റിന് ശേഷം കാണാം.
മറ്റു വാർത്തകളിലേക്ക് പോകാം. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയ്ൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ വിചാരണ കോടതി. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിലുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അതായത് പോലീസ് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ലെന്നോ അല്ല. അത്ര വിശദമായി തന്നെ ഈ പിഴവുകൾ, പോലീസിന്റെ പിഴവുകൾ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഫെബ്രുവരി 11 തീയതിയായിരുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കൊക്കെയ്ൻ കേസാണ്. ഈ പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ കൈവശം കൊക്കെയ്ൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരുന്നത്. എന്തായാലും ഇതിന്റെ ഒരു വിധി പകർപ്പ് ഇന്നലെയാണ് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഒന്നാം പ്രതിയും മോഡലുമായിട്ടുള്ള രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കെയ്ൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി നൽകി. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ല. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്ന് ആദ്യം അകത്തേക്ക് കടന്നത് ആരെന്ന ചോദ്യത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കൊക്കെയ്ൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് പിടിച്ചെടുത്തിരുന്നത്. ഫോറൻസിക് സയൻസ് ലാബ് ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല. അതുകൊണ്ട് ഇതിൽ കൊക്കെയ്ൻ തന്നെയാണോ പിടിച്ചെടുത്തതെന്ന് കൃത്യമായി പോലീസിന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന ഒരു രൂക്ഷ വിമർശനം കൂടി വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഒരു കേസ് ഇത്തരത്തിലുള്ള ഒരു കൊക്കെയ്ൻ പിടികൂടും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പിടികൂടുമ്പോൾ ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊപ്പം ഉണ്ടാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ അങ്ങനെ ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ കൊക്കെയ്ൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് പിടിച്ചെടുത്തത് കൊക്കെയ്ൻ തന്നെയാണോ എന്ന് കൃത്യമായി പരിശോധിക്കുവാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായില്ല. വനിതാ പ്രതികളെ പിടികൂടുമ്പോൾ പോലും വനിതാ ഉദ്യോഗസ്ഥരായിരുന്നില്ല അവരെ പരിശോധിച്ചത്. അങ്ങനെ നിരവധി പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു നടപടിയിലേക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പോലീസിന് വലിയ ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലഹരി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദിവസവും ഒരു 100 കണക്കിന് ലഹരി കേസുകളൊക്കെ പിടികൂടുന്നുണ്ട്, പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ കേസിൽ പ്രതിയാകുന്നവരുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇത് വിചാരണ കോടതിയിൽ എത്തുമ്പോൾ എത്ര പേരെ ഇത് ശിക്ഷിക്കുന്നു എന്ന ഒരു ചോദ്യത്തിന് ഇത് പ്രധാനമായും പറയേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പ്രതികളെ ഒക്കെ കോടതിക്ക് വെറുതെ വിടേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് വിചാരണ കോടതി ഈ ഒരു വിധി പകർപ്പിലൂടെ വ്യക്തമാക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാരിന്റെ ആലോചന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നീക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം ഗവർണർ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതാണെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ ഗവർണറെ ഉപയോഗിച്ചുള്ള ഭരണ നിയന്ത്രണത്തിന് ഒരു തിരിച്ചടിയാണ് സുപ്രീം കോടതി ഉത്തരവ്. അതിനെ എങ്ങനെ മറികടക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്? അതെ ശ്രീജ, കാരണം 8-ാം തീയതിയാണ് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത്. അതായത് JB പർഡിവാല, ഒപ്പം തന്നെ R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് ആണ് ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയത്. അതിന്റെ വിശദമായ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 415 പേജുള്ള ഉത്തരവിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരുന്നു. അതായത് 3 മാസത്തിനുള്ളിൽ ബില്ലുകൾ തീർപ്പാക്കണം, അല്ലെങ്കിൽ അത് എന്താണ് കാരണമെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. അല്ലാത്ത പക്ഷം സംസ്ഥാന സർക്കാരുകൾക്ക് കോടതിയെ സമീപിക്കാം എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇതിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ്, ചർച്ചകൾ നടത്തി വരികയാണ്. ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിന്റെ വാദങ്ങൾ കേൾക്കാതെയാണ്
ഇത്തരത്തിലുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച തന്നെ പുനഃപരിശോധന ഹർജി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നത്. കാരണം ഇതിനകത്തൊരു കാരണമായി സർക്കാർ വൃത്തങ്ങളടക്കം പറയുന്നത്, ഒന്ന്, ഇത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടത് പാർലമെന്റാണ്. അപ്പോൾ എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ കോടതിക്ക് അഭിപ്രായം പറയാൻ കഴിയും? പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 201 ബില്ലുകളുടെ അടക്കം കാര്യങ്ങളിൽ തീരുമാനമാക്കേണ്ടതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അതിലെവിടെയും സമയപരിധി നിശ്ചയിക്കുന്നില്ല. അപ്പോൾ ഭരണഘടനയിൽ സമയപരിധി പറയുന്നില്ല എന്നിരിക്കെ എങ്ങനെ കോടതിക്ക് സമയപരിധി നിശ്ചയിക്കാനാകും എന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്നലെ കേരള ഗവർണർ അടക്കമുള്ളവർ സമാനമായ വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കൊണ്ടായിരിക്കും പുനഃപരിശോധന ഹർജി കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്യുക. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. വഖഫ് പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ ബംഗാളിൽ അതീവ ജാഗ്രത. സംഘർഷ മേഖലയിലേക്ക് 5 കമ്പനി BSFനെ കൂടി വിന്യസിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുമായും DGPയുമായും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി. സംഘർഷത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ത്രിപുരയിലും പ്രതിഷേധം അക്രമാസക്തമായി. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസായ എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്ന്. പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊത്ത സർവീസായിരിക്കും എയർ കേരളയുടേതെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു. എയർ കേരളയുടെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം 15-ാം തീയതി നടക്കും. ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരളയുടെ ആദ്യ സർവീസുകൾ. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്ന എയർ കേരള വൈകാതെ അന്താരാഷ്ട്ര സർവീസിനും തുടക്കമിടും. പ്രവാസി മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എയർ കേരള പറക്കുമെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു. ഇനി 2030 ആകുമ്പോഴേക്ക് ഏകദേശം 30ഓളം ഏവിയേഷൻ കമ്പനിയെങ്കിലും ഇന്ത്യയിൽ വേണമെന്നാണ് സിവിൽ ഏവിയേഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന പഠനം. കാരണം വരും ദിവസങ്ങളിൽ ട്രാവലേഴ്സ് കൂടുകയാണ്. കാരണം എല്ലാവർക്കും ടൈം വാല്യൂഡാണ്. ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാനുള്ളൊരു ഫെസിലിറ്റീസ് വരുന്ന ദിവസങ്ങളിൽ T2 എയർ എന്നുള്ള ഒരു സംവിധാനം, അതായത് സൗത്ത് ഇന്ത്യ ആയിരിക്കും ആദ്യത്തെ സെക്ടറുകൾ, നമ്മളെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആദ്യം കേരളത്തിൽ നിന്നും നമ്മളെ നിയറസ്റ്റ് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഇൻ ഫ്യൂച്ചർ നമ്മൾ നോർത്ത് കാര്യങ്ങളിലേക്കെല്ലാം മൂവ് ചെയ്യും, പിന്നെ ഇൻ്റർനാഷണലിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ബിഗിനിങ്ങിൽ നമ്മൾ സൗത്ത് മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 76 സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. എല്ലാം ഇക്കോണമി ക്ലാസ് സീറ്റുകളായിരിക്കും. ആദ്യഘട്ടത്തിൽ 5 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടക്കും. 200-ലധികം ജീവനക്കാർ ഇവിടെ ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. യേശുവിന്റെ പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിൽ ക്രൈസ്തവ ലോകം പീഡാനുഭവ വാരത്തിലേക്ക് കടക്കുകയാണ്. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് ഇന്ന് തുടക്കമായി. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷകളുടെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണം നടന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം ഇടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ നടന്ന ഓശാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ആരംഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. വരാൻ പോകുന്ന ഈസ്റ്ററിന് ഒരുക്കമായിട്ട് നമ്മൾ തീവ്രമായിട്ട്
ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും കഴിയുകയാണ്. സഭയുടെ പിതാക്കന്മാരെ ഈ ഒരാഴ്ചക്കാലത്തെ വിളിക്കുന്നത് സഭയുടെ പ്രസവ വേദനയുടെ കാലഘട്ടം എന്നാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അത് അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർ ക്ലിമീസ് ബാവയും പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഹൃദയങ്ങളിൽ രൂപാന്തരം സംഭവിക്കുന്നതാവട്ടെ വിശുദ്ധവാരമെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. സഹോദരന്മാരെ, നാം ഇന്ന് വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന കൂടെ കൂടെ നാം കാണുന്നത്, കർത്താവേ, അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ പാതകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. വളരെ മനോഹരം. കോട്ടയം മണ്ണർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബസേലിയോസ് ജോസഫ് ആണ് ചടങ്ങുകൾ നയിച്ചത്. കോട്ടയം പുളിക്കൽ കവല സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഇനിയുള്ള ഒരാഴ്ച, അടുത്ത ഈസ്റ്റർ ഞായർ വരെയുള്ള ദിവസങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധമായ ഒരു പീഡാനുഭവ വാരം, വിശുദ്ധവാരം വിശ്വാസികൾക്കെല്ലാം ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് മായുള്ള പ്രത്യേക അഭിമുഖം, അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖം Q18 കാണാം.